ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു ഓൾ? ഞാനും ഫാമിലി ഇവിടെ അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൈ ആണോ ചോദിച്ചാൽ പൊട്ടാറ്റോ ഫ്രൈ അല്ല, എന്നാൽ ഉപ്പേരി ആണെന്ന് ചോദിച്ചാൽ ഉപ്പേരിയല്ല, രണ്ടിൻ്റെ നടുക്കിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം പൊട്ടാറ്റോ ആദ്യം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് നമ്മൾ സ്ക്വയർ പീസായി കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ടായി കട്ട് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു കുഞ്ഞ് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു നുള്ളു മുളക് പൊടി, ഒരു ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ അതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. താനെ മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ അതിൻ്റെ ഷെയ്ഡ്സ് ഇങ്ങനെ മാറി വരും. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 വേവ് ആകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുക. കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കിക്കുന്ന റെസിപ്പിയാണ് പൊട്ടാറ്റോ ഫ്രൈ. അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്ക് പിന്നെ പൊതുവേ പൊട്ടാറ്റോ ഇഷ്ടമാണല്ലോ, അപ്പോൾ പല ടൈപ്പിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.